പ്രേമ, ഈ ഉക്രൈൻ റഷ്യ യുദ്ധം, ഇതിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് പുടിന് ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന് മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു, നേരിട്ട് കാണാനായി. അപ്പോൾ സെലൻസ്കിയുടെ ആ കത്ത് പുടിൻ അയച്ചു എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2022 ഉക്രൈൻ റഷ്യ സംഘർഷം പൂർണ്ണതോതിൽ തുടങ്ങിയത്. ഏതാണ്ട് 4 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അതിനു മുമ്പ് ഒരു മിനിയേച്ചർ സംഘർഷം ഉണ്ടായിരുന്നു. അത് ഉക്രൈൻ്റെ കൈവശം ഉണ്ടായിരുന്ന ക്രിമിയ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വളരെ ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉക്രൈനിലാണ് ഉണ്ടെന്ന്. അതെ. അപ്പോൾ ഈ 2022 യുദ്ധം തുടങ്ങി. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2026 നിൽക്കുന്നു. ഈ സമയത്ത് സെലൻസ്കി പുടിന് ഒരു കത്ത് എഴുതിയിട്ട് പറയുകയാണ്, ഈ പ്രശ്നം പരിഹരിക്കുക അത് നമ്മൾ തമ്മിലുള്ള നേർക്ക് മുഖാമുഖമുള്ള ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കൂ. ഇത് വീണ്ടും അമേരിക്കയുടെ ഒരു പ്രയോറിറ്റിയിൽ വന്നിട്ട് അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് സമയം വെറുതെ പാഴാക്കരുത്. കാര്യം ട്രംപ് നേരത്തെ ഒന്ന് ഇടപെട്ടതാണ്. ട്രംപ് ഇടപെട്ടപ്പോൾ പോലും അദ്ദേഹം 2 കൂട്ടരെയും പ്രത്യേകമാണ് കണ്ടത്. ഇവരെ ഒരുമിച്ചൊരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപിന് പോലും സാധിച്ചില്ല. അപ്പോൾ ഈ ഘട്ടത്തിലാണ് സെലൻസ്കി പുടിനൊരു തുറന്ന കത്ത് എഴുതിയിട്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകണം, നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ കരുതുന്നത് പോലെ ഇത് സെലൻസ്കി ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാമെന്നുള്ളത്. പക്ഷേ പുടിൻ്റെ ഈ കാര്യത്തിലുള്ള ഇപ്പോഴത്തെ ഒരു സമീപനം ആശാവഹമാണ്. മുൻകാലങ്ങളിൽ സെലൻസ്കി ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചപ്പോഴൊക്കെ പുടിൻ കടുംപിടുത്തത്തിലായിരുന്നു. പക്ഷെ ആ പുടിൻ ഇപ്പോൾ കുറച്ചൊക്കെ മയപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, കുറച്ചൊക്കെ മയപ്പെട്ടിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ഓഫീസ് ഇത്തരത്തിലൊരു കത്ത് കിട്ടിയതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടൂ, പക്ഷെ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക്, ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ആ വിട്ടുവീഴ്ചക്ക് തയ്യാറാകേണ്ടത് റഷ്യയല്ല, അത് ഉക്രൈനാണ്. തിരിച്ചങ്ങോട്ട് പറയുക, നിങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് റഷ്യക്കാണ് കണ്ണെന്ന് പറയുന്നത്, ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കത്ത് ഒരു 1800 വാക്കുകൾ എഴുതിയ ഉള്ള ഒരു കത്താണ് ഉള്ളത്. അപ്പം നമ്മൾ കരുതും ഇദ്ദേഹം ഈ സെലൻസ്കി പുടിനോട് നമുക്കിനി യുദ്ധം വേണ്ട, നമുക്ക് സഹോദരങ്ങളെ പോലെ കഴിയാം, നല്ല വാക്കുകളാണ്, 2 സ്ഥലത്ത് ബന്ധുക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതെ, സഹോദരങ്ങൾ പോലെ കഴിയാം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പുടിനെ അത്യാവശ്യം പരിഹസിക്കുന്നുണ്ട് ഈ കത്തിൽ. കാരണം അദ്ദേഹം ഒരു 26 വർഷമായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് പദവിയിൽ തുടരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മറ്റേ രാവണപ്രഭു സിനിമയുടെ അത് മോഹൻലാൽ പറയില്ലേ, മറ്റേ നാമം ചൊല്ലി കഴിയേണ്ട കാലമായി ശേഖര എന്ന് പറയുന്നത് പോലെ ഈ പ്രായം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ കടുംപിടുത്തമൊന്നും വേണ്ട എന്ന പരിഹാസ രൂപേണ സാധനവും പറഞ്ഞിട്ടുണ്ട്. ഇതേ സാധനം തന്നെ വേറൊരളവിൽ പുടിൻ സെലൻസ്കിക്ക് ഒരു പണി കൊടുത്തിരുന്നു. കാരണം ഈ സെലൻസ്കി എന്ന് പറയുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റിന്റെ കാലാവധി 2024 കഴിഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ ഇപ്പോഴും സാങ്കല്പികമായിട്ട് ആ പ്രസിഡന്റ് പദവിയിൽ തുടരുകയാണ്. അവിടെ ആയുധ നിയമം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കാര്യം രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ പിന്നെ ഭരണകൂടത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ ആ നിയമപ്രകാരം അവർക്ക് തുടരാം. അപ്പോൾ പുടിൻ അത് പറഞ്ഞാണ് ഇദ്ദേഹത്തെ പരിഹസിച്ചത്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ആരുമായിട്ട് ചർച്ച നടത്തണം. അവിടെയുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അധികാരത്തിലല്ല, അദ്ദേഹത്തിന് അധികാര കാലാവധി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആരുമായിട്ടാണ് ചർച്ച നടത്തുന്നത് നേരത്തെ പരിഹസിച്ചാണ്. അപ്പോൾ അതിന് അതേ തൂക്കത്തിലാണ് ഇവിടെയും നിങ്ങൾക്കും പ്രായമായി എന്ന തരത്തിൽ ഒരു പരിഹാസ രൂപേണ പറയുന്നത്. ഏതായാലും ഈ കത്ത് വന്ന സ്ഥിതിക്ക് ഇനി എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ചിന്ത. അതിൽ സെലൻസ്കി ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ തുർക്കി, ഈ 2 രാജ്യങ്ങളിൽ വെച്ച് നമുക്ക് കൂടിക്കാഴ്ച നടത്താമെന്നുള്ളതാണ്. നേരത്തെ അമേരിക്കയിൽ വെച്ച് ട്രംപ് പുടിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും പുടിൻ അവിടെ ചെന്ന് മാസ് ഹീറോ ആയിട്ട് മടങ്ങുകയാണ് ചെയ്തത്. ട്രംപിൻ്റെ ഒരു പരിപാടി അവിടെ നടന്നില്ല. അവിടെ തൊട്ടു പിന്നാലെ ട്രംപ് സെലൻസ്കിയെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തി, ഒന്നും ഉണ്ടായില്ല. സെലൻസ്കിയെ കളിയാക്കി അദ്ദേഹത്തിന് ധരിച്ച വസ്ത്രത്തിന്റെയൊക്കെ പേരിലായിരുന്നു. അതാണ് ഏറ്റവും രസം. അപ്പൊ ഇതിനപ്പുറം കാര്യമായ ഗൗരവ സ്വഭാവമുള്ള യാതൊന്നും തന്നെ നടന്നിട്ടില്ല. പിന്നെ വരുന്നൊരു വാർത്ത, ഇപ്പൊ ട്രംപ് ഇറാനിൽ പിടിച്ച പുലിവാലുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് ഇനി യൂറോപ്യൻ യൂണിയൻ ആയിരിക്കും ഈ ചർച്ചയുമായിട്ട്, ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മധ്യവർത്തിയായിട്ട് യൂറോപ്യൻ യൂണിയൻ ആയിരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്,
നമ്മുടെ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം കുറേ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അത് ട്രംപ് തന്നെ മുന്നോട്ട് വെച്ച ഒരു, പക്ഷെ അതാണ് ഏറ്റവും വലിയ പുടിന്റെ ഫോട്ടോ അത് തന്നെയാണ്. അതെ, അതിപ്പോ പറയുന്നത് ഡോൺസ്ക്, ലുഹാൻസ്ക്, ഖേഴ്സൺ, സാപ്പറേഷ്യ, ഇത്രയും പ്രദേശങ്ങൾ നിലവിൽ ഇപ്പോൾ റഷ്യൻ സേന പിടിച്ചടക്കി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം, തിരിച്ച് ഉക്രൈന് കൊടുക്കണം. തിരിച്ച് ഉക്രൈനല്ല, റഷ്യ പിടിച്ചെടുത്തു, അത് പൂർണ്ണമായും ആ സ്ഥലം ഉക്രൈൻ മറന്നേക്കുക. അതിപ്പോ റഷ്യയുടെ ഭാഗമായി. ഇതുകൂടാതെ ക്രിമിയ നേരത്തെ പിടിച്ചെടുത്തിട്ടുണ്ട്, അതിന്റെ മേലുള്ള പരമാധികാരവും റഷ്യക്ക് വേണം. ഇതാണ് അടിസ്ഥാന പ്രശ്നം. തുടക്കം മുതലേ ലക്ഷ്യം പുടിന്റെ. അതെ, ഇതാണ് അടിസ്ഥാന പ്രശ്നം. കൂടാതെ ഉക്രൈൻ ഒരു കാരണവശാലും നാറ്റോ അംഗരാജ്യമാകാനും പാടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാന മൂലകാരണം, ഈ സംഘർഷത്തിന്റെ മൂലകാരണം ഈ ഉക്രൈൻ നാറ്റോ അംഗത്വം എടുക്കാൻ പോയതാണ്. കാര്യം നാറ്റോ എന്ന് പറയുന്നത് റഷ്യയുടെ ശത്രുപക്ഷത്തുള്ള ഒരു സൈനിക സഖ്യമാണ്, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന സൈനിക സഖ്യമാണ്. അപ്പോൾ തങ്ങൾക്ക് അതൊരു സുരക്ഷാ ഭീഷണിയാണ്. തങ്ങളുടെ തൊട്ട അയൽ രാജ്യമായ ഉക്രൈൻ നാറ്റോ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ സുരക്ഷാ ഭീഷണിയാണ്. തങ്ങളുടെ നമ്മുടെ രാജ്യാതിർത്തിക്ക് തൊട്ടടുത്ത് ശത്രു സൈന്യം നിലയുറപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഈ യുദ്ധം, ഈ സൈനിക അധിനിവേശമൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ നമ്മുടെ സെലൻസ്കിയുടെ കത്തിൽ ഗുരുതരമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പരാമർശമുണ്ട്. ഈ യുദ്ധം മൂലം ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ ഞങ്ങളുടെ രാജ്യത്ത് അധിനിവേശം നടത്തിയ റഷ്യൻ സൈന്യത്തിന് ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഈ യുദ്ധം മൂലം ഞങ്ങളുടെ എത്ര ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നഷ്ടങ്ങൾ ഒരുപാട് രണ്ടു കൂട്ടർക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉടനെ അടിയന്തരമായൊരു പരിഹാരം വേണം എന്ന തരത്തിലാണ് അദ്ദേഹം ഈ കത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളൊന്നും പറയാം. അത് ഡോൺസ്ക്, ലുഹാൻസ്ക്, ഖേഴ്സൺ, സാപ്പറേഷ്യ, ക്രിമിയ. ഇതില് ഈ ട്രംപ് ഈ ഒരു മധ്യസ്ഥന്റെ റോള് വഹിച്ചൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ട്രംപ് മധ്യസ്ഥൻ എന്നതിലുമുപരി അദ്ദേഹം ഉക്രൈനെ അളവറ്റ് പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നു. കാര്യം ഉക്രൈൻ നടത്തുന്ന യുദ്ധങ്ങളിൽ എടുത്തു വെച്ച് പ്രയോഗിക്കുന്ന ആയുധങ്ങൾ ഏറെയും അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ പൊതുവിൽ കരുതുക ട്രംപ് ഉക്രൈന് വേണ്ടി വാദിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ട്രംപ് പുടിനെ ചർച്ചയ്ക്ക് വിളിച്ചു, പിന്നെ സെലൻസ്കിയും ചർച്ചയ്ക്ക് വിളിച്ചു. അതിനുശേഷം ട്രംപ് ഒരു വ്യവസ്ഥകൾ, ഒരു 10-25 വ്യവസ്ഥകൾ, ഇത് നിർബന്ധമായിട്ടും ഉക്രൈൻ അംഗീകരിക്കണം. ആ വ്യവസ്ഥകളെല്ലാം തന്നെ ഒരു 99% എല്ലാം തന്നെ റഷ്യൻ അനുകൂല വ്യവസ്ഥകളാണ്. നമ്മൾ വായിക്കുമ്പോൾ കൗതുകകരമാണ്. കാര്യം അമേരിക്കയും റഷ്യയും പരമ്പരാഗത ശത്രുക്കളാണ്. അപ്പോൾ റഷ്യക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലൊരു ഉടമ്പടി അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു കൗതുകമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തള്ളിക്കളഞ്ഞിട്ട്, അതായത് ഈ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ ഒരു പരിപാടിയാണ്. അതെ, പക്ഷെ അതിന് ട്രംപ് പറയുന്ന ന്യായീകരണം ഈ യുദ്ധം തുടങ്ങുന്നത് ഏതാണ്ട് 2012-ലാണ്. അതായത് ക്രിമിയ പിടിച്ചടക്കുന്ന സമയം അതാണ്. അതിനുശേഷം ഈ സമ്പൂർണ്ണ അധിനിവേശം ഉണ്ടായത് ഈ 2022-ലാണ്. അപ്പോൾ 2012 മുമ്പുണ്ടായിരുന്ന തരത്തിൽ, അതായത് ക്രിമിയ അടക്കം ഉക്രൈൻ്റെ പക്ഷത്ത് നിർത്തുന്ന തരത്തിൽ അതിർത്തികൾ പുനർനിർണയിച്ചുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുക എന്ന് പറയാൻ പ്രായോഗികമായി നടപടിയുള്ള കാര്യമല്ല. ആ അപ്രായോഗികത സെലൻസ്കി മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് ട്രംപ് പറഞ്ഞത്. അത് സെലൻസ്കി ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി പറയുമ്പോൾ, ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഈ ഇപ്പോൾ റഷ്യ പിടിച്ചടക്കിയിരിക്കുന്ന പ്രദേശങ്ങളിൽ വലിയൊരു വിഭാഗം ജനസമൂഹം റഷ്യൻ അനുകൂല നിലപാടുള്ളവരാണ്. കാരണം ഒരു കാലത്ത് ഇവരെല്ലാം ഒറ്റ രാജ്യമായിരുന്നു. നമ്മുടെ അതെ, ഈ നമ്മുടെ USSR ഉണ്ടായിരുന്ന കാലത്ത്, അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഇതെല്ലാം ഒറ്റ ഇതായിരുന്നു, ഒറ്റ പിന്നീടാണ് ഇത് വേർപെട്ടു പോയത്. അപ്പോൾ ഈ ഉക്രൈനിലുള്ള ഇപ്പോൾ ഉള്ള വലിയൊരു ജനസമൂഹം റഷ്യൻ അനുകൂല നിലപാടുള്ളവരാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. അവരുടെ എന്താ പറയുക, ഗോത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ. അതെ, അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് ഈ റഷ്യ ഈ കടുത്ത നിലപാടെടുക്കുന്നത്. കാര്യം അവിടെയുള്ള വേണമെങ്കിൽ നിങ്ങളോട് ഹിതപരിശോധന വേണമെങ്കിൽ നടത്തിക്കോളൂ എന്നൊരു മൈൻഡൊക്കെയാണ്. ഏതായാലും ഇതിന് ഇപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും ഈ യുദ്ധം കൊണ്ട് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. റഷ്യ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഉക്രൈനിലും അതേപോലെ വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധി. ഈ സെലൻസ്കി അവിടെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സവിശേഷമായ കാര്യം മറ്റ് പല രാജ്യങ്ങളുടെയും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് നിൽക്കുന്നതിനപ്പുറം
കാര്യമായ യാതൊരു അധികാരവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. മറ്റ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോ ട്രംപോ പറയുന്നതിന് റാൻ മൂളുക എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് അടിയന്തര പ്രശ്നമായിട്ടുണ്ട്. ഏതായാലും ഒരു പരിഹാരമെന്ന് നമ്മൾ പൊതുവിൽ കരുതുമ്പോഴും ഈ പറയുന്ന ഇത്രയും പ്രവിശ്യകൾ വിട്ടുകൊടുത്തല്ലാണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് നമ്മൾ തൽക്കാലം ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നത് ഉക്രൈൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഉറപ്പ്. പക്ഷെ അതിന് അവിടെ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്.